എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് 4ാം സെമസ്റ്ററിലെ ശാസ്ത്ര വിദ്യാഭ്യാസം അതിലെ 2ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. 1ാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്ററിന്റെ പേര് ശാസ്ത്ര ക്ലാസ് ആസൂത്രണം എന്നാണ്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കി പോവാം. വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിനാസൂത്രണം എന്നിവ പരിസര പഠനത്തിൽ വിശദമായി ചർച്ച ചെയ്യുകയും തയ്യാറാക്കുകയും പ്രയോഗതലത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിനാസൂത്രണം തുടങ്ങിയ ആശയങ്ങളൊക്കെ പല തരത്തിൽ ചർച്ച ചെയ്യുകയും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്ര വിഷയത്തിലെ വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിനാസൂത്രണം എന്നിവ തയ്യാറാക്കുകയും വിശകലനം ചെയ്യുകയും പ്രയോഗതലത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഈ യൂണിറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പൊ ഈ യൂണിറ്റിലൂടെ ലക്ഷ്യമിടുന്നത് ശാസ്ത്ര വിഷയത്തിലെ വാർഷികാസൂത്രണം, അതേപോലെ തന്നെ യൂണിറ്റ് ആസൂത്രണം, ദൈനംദിനാസൂത്രണം എന്നിവ തയ്യാറാക്കുകയും വിശകലനം ചെയ്യുകയും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇനി വാർഷികാസൂത്രണം നമുക്കൊന്ന് നോക്കാം. വാർഷികാസൂത്രണം, പ്രതിമാസ ആസൂത്രണം എന്നിവയെക്കുറിച്ച് വിശദമായി സെമസ്റ്റർ 3 പരിസര പഠനത്തിൽ പഠിച്ചിരുന്നല്ലോ. അപ്പൊ നമ്മൾ സെമസ്റ്റർ 3 പരിസര പഠനത്തിൽ രണ്ടാമത്തെ യൂണിറ്റ് വാർഷികാസൂത്രണം, പ്രതിമാസ ആസൂത്രണം തുടങ്ങിയവയെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ശാസ്ത്ര പാഠപുസ്തകത്തിലെ യൂണിറ്റുകൾ സമയം, ടേം എന്നിവ ഉൾപ്പെടുത്തി ഫോർമാറ്റ് തയ്യാറാക്കുകയും 5, 6, 7 ക്ലാസ്സുകളിലെ വാർഷികാസൂത്രണം നടത്തുകയും 7ാം ക്ലാസ്സിലെ സ്കീം ഓഫ് വർക്കുമായി താരതമ്യം ചെയ്ത് കണ്ടെത്തലുകൾ കുറിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ സ്കീം ഓഫ് വർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ, അതിന് എത്ര പീരീഡ് വേണം, ഏതൊക്കെ മാസങ്ങളിൽ തീർക്കണം എന്നുള്ളതാണ് ഈ ഒരു സ്കീം ഓഫ് വർക്കിൽ പറയുന്നത്. 5, 6 ക്ലാസുകളിലെ അടിസ്ഥാന ശാസ്ത്രം ടീച്ചർ ടെക്സ്റ്റ് പരിശോധിച്ച് പ്രസ്തുത ക്ലാസുകളിലെ സ്കീം ഓഫ് വർക്ക് നിങ്ങൾ തയ്യാറാക്കിയ വാർഷികാസൂത്രണവും താരതമ്യം ചെയ്തിട്ട് നിഗമനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ബോധന ശാസ്ത്രപരമായ അപഗ്രഥനം അല്ലെങ്കിൽ യൂണിറ്റ് ആസൂത്രണത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. യൂണിറ്റ് ആസൂത്രണത്തിന്റെ ആവശ്യകത 3ാം സെമസ്റ്റർ പരിസര പഠനത്തിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന യൂണിറ്റിന്റെ ആസൂത്രണം താഴെ കൊടുത്തിട്ടുണ്ട്. ഈ യൂണിറ്റ് ആസൂത്രണം സമഗ്രമായി വിലയിരുത്തി കൂട്ടിച്ചേർക്കലുകൾ നടത്തി മെച്ചപ്പെടുത്താൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് പ്രാഥമിക വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഉള്ളടക്ക വിശകലനത്തിൽ പഠന നേട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്, ശേഷികൾ, നൈപുണികൾ എന്നിവ കൊടുത്തിട്ടുണ്ട്, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുട്ടിക്കുള്ള മുന്നറിവുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കാൻ പറ്റിയ തുടർ പ്രവർത്തനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് പാർട്ട് സി പ്രവർത്തന വിശകലനമാണ്. അതിൽ പഠന നേട്ടം, അതിനാവശ്യമായ പ്രവർത്തനങ്ങളും പഠന പ്രക്രിയയും, പഠനതന്ത്രം എന്താണുള്ളത്, സാമഗ്രികൾ എന്താണുള്ളത്, ഉൽപ്പന്നങ്ങൾ എന്താണുള്ളത്, വിലയിരുത്തൽ എന്താണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പട്ടികയായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് യൂണിറ്റ് ആസൂത്രണം ഒരു മാതൃകയായിട്ട് തന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദൈനംദിനാസൂത്രണമാണ്. അതിൻ്റെയും ഒരു മാതൃകയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് പ്രാഥമിക വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അധ്യാപികയുടെ പേര്, വിദ്യാലയത്തിന്റെ പേര്, സ്റ്റാൻഡേർഡ്, വിഷയം, യൂണിറ്റ്, തീയതി, സമയം. ഇനി പഠന നേട്ടങ്ങൾ ആ ഒരു ദിനത്തിൽ സൂചിപ്പിക്കുന്ന പഠന നേട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളും ധാരണകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രക്രിയാശേഷികൾ, നൈപുണികൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രയോഗതലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രക്രിയാശേഷികളും പിന്നെ സർഗാത്മക തലത്തിൽ ഉപയോഗിക്കാൻ പറ്റിയതും പിന്നെ മനോചിത്ര രൂപീകരണം ഏതൊക്കെ തരത്തിൽ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. മൂല്യങ്ങൾ, മനോഭാവങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ആ ഒരു പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങൾ ഏതാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രക്രിയ, അതേപോലെ വിലയിരുത്തലാണ്. പീരീഡ് 1 വേണ്ടിയിട്ടുള്ള പ്രശ്നാവതരണം തുടങ്ങി ആ ഒരു TM എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള ഒരു രേഖ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തെ പീരീഡ് ആയിട്ട് അടുത്തത് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പീരീഡ് ആയിട്ട് അടുത്തത് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ പീരീഡ് ആയിട്ട് അടുത്തത് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു പോയാൽ മാത്രം മതി. പീരീഡ് 9ാമത്തെ പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പാഠഭാഗത്തെ കുറിച്ച് വിലയിരുത്തൽ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു TMനെ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്കതൊന്ന് നോക്കാം. കുട്ടിക്ക് പ്രശ്നം ഏറ്റെടുക്കാൻ അനുയോജ്യമായ രീതിയിലാണോ അവതരണം എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. വ്യക്തിഗത പ്രവർത്തനത്തിനും ഗ്രൂപ്പ് പ്രവർത്തനത്തിനും ഈ ഒരു TMൽ അവസരം നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പഠനരീതി തിരഞ്ഞെടുക്കാൻ പഠിതാവിന് അവസരം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. 5E അറിവ് നിർമ്മാണ ഘട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. പരീക്ഷണ നിരീക്ഷണങ്ങൾക്കുള്ള സാധ്യത പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. സ്കൂൾ ലബോറട്ടറി, ക്ലാസ് ലബോറട്ടറി, ജൈവവൈവിധ്യ ഉദ്യാനം എന്നിവ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണോ ഈ ഒരു TM തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നോക്കണം. പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, മറ്റു പഠനതന്ത്രങ്ങൾ ക്ലാസ്സിൽ നടത്തുന്നതിന്റെ പ്രക്രിയ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം. ഇവയിൽ നിന്നുള്ള നിഗമനങ്ങൾ കുട്ടികളുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുന്ന രീതി എങ്ങനെയാണെന്ന് പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ശാസ്ത്രീയപരമായിട്ടുള്ള വിശകലനത്തിന് സഹായകമായിട്ടുള്ള ചോദ്യങ്ങൾ, വർക്ക് ഷീറ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. പഠിതാവിന് സ്വയം വിലയിരുത്താനും പരസ്പരം വിലയിരുത്താനും പഠിതാവിനെ ടീച്ചർക്ക് വിലയിരുത്താനും സഹായകമായിട്ടുള്ള ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില് എന്നിവ ഈ ഒരു TMന്റെ ഭാഗമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പോർട്ട്ഫോളിയോയിലേക്ക് പോകേണ്ടവ മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം. വിലയിരുത്തൽ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള സന്ദർഭങ്ങളെ തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. വിവിധ കഴിവുകളെ കുട്ടികൾക്ക് ഏറ്റെടുക്കാവുന്ന പ്രവർത്തന തലം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ടോ നോക്കണം. ആവശ്യമായ വായനാ സാമഗ്രികൾ തയ്യാറാക്കി അനുബന്ധമായി ചേർത്തിട്ടുണ്ടോ നോക്കണം. തുടർ പ്രവർത്തനങ്ങൾക്കുള്ള സൂചനയുണ്ടോ നോക്കണം. ആവശ്യമായ പഠന സാമഗ്രികളെ കുറിച്ച് സൂചനയുണ്ടോ നോക്കണം. ICT സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ നോക്കണം. സമയക്രമീകരണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കണം. ഇനി ഒരു യൂണിറ്റിന്റെ വിനിമയത്തിന് ശേഷം പഠനത്തിലൂടെ നേടിയ ആശയങ്ങളെയും ധാരണകളെയും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് നമ്മൾ വിനിമയം ചെയ്യാണ്. ഇത് വിനിമയം ചെയ്തതിനു ശേഷം പഠനത്തിലൂടെ നേടിയിട്ടുള്ള ആശയങ്ങളെയും ധാരണകളെയും നമ്മൾ സ്വന്തം വിമർശനാത്മകമായി പരിശോധിക്കുകയും അതിനനുസരിച്ച് മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഓരോ കുട്ടിയും ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ എല്ലാ കുട്ടികളും എല്ലാ പഠന നേട്ടവും ആർജിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. അപ്പോ ഒരു യൂണിറ്റ് വിനിമയം ചെയ്തതിനു ശേഷം പഠനത്തിലൂടെ നേടിയിട്ടുള്ള ആശയങ്ങളും ധാരണകളെയും സ്വയം വിമർശനാത്മകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. അതിന്റെ കൂടെ മെച്ചപ്പെടുത്തുകയും വേണം. ഇങ്ങനെ ഓരോ കുട്ടിയും ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ എല്ലാ കുട്ടികളും എല്ലാ പഠന നേട്ടങ്ങളും ആർജിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട സ്വയം വിലയിരുത്തൽ വർക്ക് ഷീറ്റാണ് ഇനി അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ പഠന നേട്ടങ്ങളും വിവിധ സൂചകങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് കുട്ടി നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബന്ധപ്പെട്ട ഒരു രേഖ, ഇതിൽ എത്രത്തോളം കുട്ടികൾ എന്തൊക്കെ ആർജിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ എന്താണ് പുതിയതായിട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരു രേഖ, അതിന് അടിസ്ഥാനമാക്കാനുള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടും എന്നതാണ് ഇത്തരം ചെക്ക് ലിസ്റ്റുകളുടെ പ്രത്യേകത. ഇനി യൂണിറ്റ് സ്വയം വിലയിരുത്തൽ അധ്യാപക വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് വാർഷികാസൂത്രണ ഫോർമാറ്റ് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. 5, 6, 7 ക്ലാസ്സുകളിലെ വാർഷികാസൂത്രണം നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം.
വാർഷികാസൂത്രണത്തിന്റെ ആവശ്യകത, പ്രാധാന്യം എന്നിവ ഓരോ അധ്യാപക വിദ്യാർത്ഥിയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. യൂണിറ്റ് ആസൂത്രണം നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഉള്ളടക്കം വിശകലനം എന്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. പ്രവർത്തന വിശകലനം നടത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം. ദൈനംദിന ആസൂത്രണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു അധ്യാപക വിദ്യാർത്ഥി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. പ്രക്രിയ പേജ്, വിലയിരുത്തൽ പേജ് ഇവയുടെ പ്രാധാന്യം ഓരോ അധ്യാപക വിദ്യാർത്ഥികളും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം. കുട്ടികൾ പഠന നേട്ടം ആർജിച്ചോ എന്നറിയുന്നതിനുള്ള ചെക്ക് ലിസ്റ്റ് ഒരു അധ്യാപികയ്ക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ യൂണിറ്റ് വിലയിരുത്തി കഴിയുമ്പോൾ ഈ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോൾ ഒരു അധ്യാപക വിദ്യാർത്ഥി യൂണിറ്റ് സ്വയം വിലയിരുത്തുന്നതിന്റെ ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ യൂണിറ്റിലൂടെ കടന്നുപോയപ്പോൾ ആർജിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആസൂത്രണത്തിന്റെ ആവശ്യകത മനസ്സിലായിട്ടുണ്ടോ നോക്കണം. വാർഷിക ആസൂത്രണത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ നോക്കണം. യൂണിറ്റ് ആസൂത്രണത്തിനെ കുറിച്ച് മനസ്സിലാക്കണം, അതിന്റെ ഘടന മനസ്സിലാക്കണം. ദൈനംദിന ആസൂത്രണ ഘടന മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ മുൻപേ കണ്ട വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, അതേപോലെ തന്നെ ദൈനംദിന ആസൂത്രണം നമ്മൾ മുമ്പ് കണ്ടതായതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും അതിന്റെ എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ കഴിഞ്ഞ പരിസര പഠനം ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ 3rd സെമസ്റ്ററിലെ പരിസര പഠനം ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. എല്ലാ വിജയാശംസകളും നേരുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.